അപ്പോൾ മരണത്തിൻ്റെ വക്കോളം എത്തും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊരു പക്ഷേ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകും. കാരണം ചിലപ്പോൾ നമുക്ക് തോന്നും, ഈ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി ഞാൻ അതിജീവിക്കുമോ, ഞാൻ മരിക്കുമോ എന്നൊക്കെ. ജീവിതത്തിൽ പലതും വരുമ്പോൾ നമുക്ക് മാനസികമായി ചിന്ത വരും. ചിലപ്പോൾ ഒരു രോഗം തന്നെ വന്നാൽ ഞാൻ ഇതിനെ അതിജീവിക്കുമോ, ഇനി എത്ര നാൾ ഈ ഭൂമിയിൽ ഉണ്ടാകും. എന്നാൽ കർത്താവാണ് അത്ഭുതകരമായി തൻ്റെ കരുണയാൽ നമ്മെ വിടുവിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2:30, എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെപ്പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയത്. ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആവുക. ശ്രദ്ധിക്കുക, ക്രിസ്തുവിൻ്റെ വേല അല്ലെങ്കിൽ സുവിശേഷ വേല എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ്? ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞു, പുതിയൊരു വിശ്വാസിയാണ്, എനിക്കൊരു സുവിശേഷകനാകണം, കാരണം ലക്ഷക്കണക്കിന് പേരോട് സുവിശേഷം ഒരു വേദിയിൽ നിന്നും ഉദ്ഘോഷിക്കണം. അതാണ് എൻ്റെ മനസ്സിലെ സ്വപ്നം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പലരുടെയും ഉള്ളിലെ മോഹം ഇതാണ്. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ വലിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ ധാരാളം വരുമാനം കിട്ടുന്ന ഒരു പണി. ഒരു അധ്യാപകനാവുന്നതിനേക്കാളും ഒരു സെക്കുലർ ജോലി ചെയ്താൽ കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ വരുമാനം എനിക്ക് സുവിശേഷ വേല നിമിത്തം കിട്ടും. അങ്ങനെയൊക്കെ വ്യാമോഹിച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നവരുണ്ട്. ഇതെല്ലാം തെറ്റാണ്. എന്താണ് ഇവിടെ സുവിശേഷ വേല? ഈ വാക്യത്തിൽ എന്താ പറയുന്നത്? ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയി പോവുക. അതുകൊണ്ട് സുവിശേഷ വേല എന്ന് പറയുന്നത് മരണത്തോളം ആകുന്നൊരു വേലയാണത്. എന്തെങ്കിലും ലാഭം കിട്ടുന്നതല്ല, ഇവിടെ സ്ഥാനമാനങ്ങൾ കിട്ടുന്നതല്ല, മരിക്കുവാനായി തയ്യാറാവുക. അതാണ് സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ അർത്ഥം. അത് ഈ അധ്യായത്തിൽ തന്നെ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിന് മുമ്പാകെ പാനീയയാഗമായി ഒഴിച്ചു കളയുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ വേല. മാത്രമോ, സ്വന്തം കാര്യം നോക്കാതെ ക്രിസ്തുവിൻ്റെ കാര്യം മാത്രം നോക്കുന്നതാണ് ക്രിസ്തീയ വേല. കർത്താവായ യേശു ക്രിസ്തു എന്താ ചെയ്തത്? പിതാവിനോടുള്ള അനുസരണത്തിന് വേണ്ടി ക്രൂശ് മരം വഹിക്കാൻ തയ്യാറായി. പിതാവിനെ അനുസരിക്കാനാണ് യേശു ക്രിസ്തു വന്നത്. പിതാവിനെ അനുസരിക്കുന്ന ശ്രമത്തിൽ കർത്താവായ യേശു ക്രിസ്തു മരണത്തിൻ്റെ വക്കോളം എത്തി മരിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെ ഒരു സുവിശേഷകനും സുവിശേഷം ആ വേല നിമിത്തം മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ തയ്യാറാകണം. ക്രിസ്തു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായതുപോലെ ഒരു സുവിശേഷകനും സുവിശേഷ വേലയിൽ മരണത്തോളം അനുസരണമുള്ളവനാകണം. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടാണ് ഈ ആദിമസഭയിലുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ളൊരു സുവിശേഷ വേലയാണ് നമ്മുടെ ലേഖനങ്ങളിലൊക്കെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും ഒരു റിസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകണം. പലരും എന്തുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നില്ല? ഭാര്യ, മക്കൾ, അവരുടെ ചുറ്റുപാടുകളുണ്ട്. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ എനിക്ക് വല്ലാത്ത ഛേദം വരും, നഷ്ടം വരും എന്നൊക്കെ കരുതി പലരും ഒരു ധീരമായി ചുവട് വയ്ക്കുവാൻ മടിച്ചു നിൽക്കുകയാണ്. അങ്ങനെയുള്ളവർ എത്ര കാലം മടിച്ചു നിൽക്കും? എന്നാൽ ഇവിടെ പ്രാണനെ വെച്ചു കൊടുക്കുവാൻ തയ്യാറുള്ളവൻ ഇറങ്ങി പുറപ്പെടും. പിന്നെ മരണം എന്തായാലും നമ്മെ പിടികൂടും. സുവിശേഷ വേല ചെയ്തില്ലെങ്കിലും നമ്മൾ മരിക്കും. അങ്ങനെയാണെങ്കിൽ സുവിശേഷ വേല നിമിത്തമാണ് നമ്മൾ മരിക്കുന്നതെങ്കിലോ അത് ഏറ്റവും ഭാഗ്യപ്പെട്ട വിലപ്പെട്ടൊരു മരണമാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ധാരാളം ജോലികൾ ഉണ്ടെങ്കിലും ഏറ്റവും വലിയ ജോലി ഏതാണ്? സുവിശേഷ വേലയാണ്. നമുക്കറിയാം, ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെക്കാളും വിലയുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില. ഒരു സുവിശേഷകൻ ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞ് നിത്യനരകത്തിൽ പോകേണ്ട ആത്മാവിനെ നിത്യ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ സഹായിച്ചാൽ ഈ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും കീഴടക്കുന്നതിനേക്കാളും വലിയൊരു കാര്യമാണ് ആ സാധുവായ സുവിശേഷകൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സുവിശേഷ വേല ഏറ്റവും വലിയ വേലയാണ്. എന്നാൽ ഇന്ന് സംഭവിക്കുന്ന മറ്റൊരു കാര്യം, സുവിശേഷ വേല മഹാവേല തന്നെയാണ്. എൻ്റെ മക്കളെ ഇന്ന് സുവിശേഷ വേലയ്ക്ക് വിടുകയില്ല. എൻജിനീയറിങ്ങിനോ ഡോക്ടറാകാനോ നേഴ്സാകാനോ വിടാം. സുവിശേഷ വേല മഹാവേല തന്നെ. ജീവിതം കൊണ്ടാണ് നാം എന്തിനാണ് വില കൊടുക്കുന്നത് എന്നുള്ള സന്ദേശം നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കുന്നത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്.
അത് സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ മരിക്കുക എന്നുള്ളത് ഭാഗ്യമായൊരു കാര്യമാണ്. ആരും മരണത്തെക്കുറിച്ച് പേടിക്കരുത്. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ദേഹത്തെ കൊന്ന് അധികമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയാത്തവനെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ജീവൻ തന്നെ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്കിനി ഒരു ദോഷം വരാനില്ല. ഫിലിപ്പിയ ലേഖനം 2:19-30 വരെ. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അവിടേക്ക് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ എൻ്റെ കാര്യം എങ്ങനെയാകും എന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയക്കുവാൻ ആശിക്കുന്നു. ഞാനും വേഗം വരും എന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹഭടനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രൊദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരിക്കുന്നു. അവൻ ദീനം പിടിച്ച് മരിക്കാറായിരുന്നു, സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കുവാൻ എന്നോടും കരുണ ചെയ്തു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിക്കുവാനും എനിക്ക് ദുഃഖം കുറയുവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ സ്വീകരിപ്പിൻ. ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കുവിൻ. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെപ്പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയത്. ദൈവത്തിൻ മുമ്പാകെ പാനീയയാഗമായി ഒഴിച്ചു കളയുവാൻ ദൈവം തന്നെ തന്ന ജീവിതമിതെന്ന് മറന്നു പോകല്ലേ.